ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിലെ സ്വർണം വലിയ അളവിൽ നഷ്ടപ്പെട്ടെന്ന നിർണായക മൊഴി. പാളികൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും VSSCയിലെ ശാസ്ത്രജ്ഞർ മൊഴി നൽകി. അതേസമയം 2025-ൽ ദ്വാരപാലക പാളികൾ സ്വർണം പൂശിയതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് SIT അന്വേഷിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2019-ൽ സ്വർണം പൂശാനായി കൊണ്ടുപോയ കട്ടിളപ്പാളികളിൽ നിന്ന് ഗണ്യമായ അളവിൽ സ്വർണം നഷ്ടപ്പെട്ടെന്ന SIT കണ്ടെത്തൽ സ്ഥിരീകരിച്ചാണ് VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി. എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടെന്നതിൽ വ്യക്തത വരുത്താനുള്ള കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും ശാസ്ത്രജ്ഞർ മൊഴി നൽകി. എന്നാൽ കട്ടിളയിലെ പാളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ലെന്നും മൊഴിയിലുണ്ട്. സാമ്പിൾ ശേഖരിച്ച പാളികൾ നഷ്ടപ്പെട്ടിട്ടില്ല. പോറ്റി സ്വർണം പൂശിയ ശേഷം തിരികെ കൊണ്ടുവച്ച ഈ പാളികൾ ഒറിജിനൽ തന്നെയാവാം. ഇത് സ്ഥിരീകരിക്കാൻ വിശദ പരിശോധനയിൽ മാത്രമേ സാധിക്കൂ എന്നും മൊഴിയിലുണ്ട്. പാളികളുടെ രാസഘടനയിലുണ്ടായ വ്യത്യാസത്തിലും ശാസ്ത്രജ്ഞർ വിശദീകരണം നൽകി. സ്വർണം പൂശാനായി രാസലായനി കൂടി ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ മാറ്റമാണിതെന്നും മൊഴിയിലുണ്ട്. അതേസമയം 2025-ൽ ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണി നടത്തിയതിൽ അന്വേഷണം നടത്തുകയാണ് SIT. പാളികൾ കൊടുത്തുവിടാൻ ആരെങ്കിലും തിടുക്കം കാണിച്ചോ എന്നതിലാണ് അന്വേഷണം. പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. അന്നത്തെ ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിന്റെ യാത്രാരേഖകളും SIT ശേഖരിച്ചു കഴിഞ്ഞു. പ്രശാന്തിന്റെയും ബോർഡംഗമായിരുന്ന അജികുമാറിന്റെയും ബാങ്ക് ഇടപാടുകളും പരിശോധിക്കും. ഇതിനിടയിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാർ എന്നിവരെ 14 ദിവസത്തേക്ക് കൂടി കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. എന്നാൽ കട്ടിളപ്പാളി കേസിലെ തന്ത്രിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഫെബ്രുവരി 3-ലേക്ക് മാറ്റി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.